വീണ്ടും സിസ്റ്റം തകരാറാണോ എന്നാണ് ചോദ്യം. വേണുവിന്റെ മരണവുമായി ബന്ധപ്പെട്ട് പ്രതിപക്ഷം ഇപ്പോൾ ആരോഗ്യവകുപ്പിനെ പ്രതിക്കൂട്ടിൽ നിർത്തുന്നു. മരണത്തിന് ഉത്തരവാദി ആരോഗ്യവകുപ്പെന്ന് വേണുവിന്റെ കുടുംബവും പറയുന്ന സാഹചര്യത്തിലാണ് ഈ ചോദ്യം. നമുക്കൊപ്പം പിയാസുൽ കൂടി ചേരുന്നുണ്ട് ഡൽഹിയിൽ നിന്നും ടെലി ട്രാൻസ്പോർട്ടിംഗ് സ്റ്റുഡിയോ വഴി. പിയാസുൽ, ഗുഡ് ഈവനിങ്. പിയാസുൽ, നമ്മൾ പലതവണ ആരോഗ്യവകുപ്പുമായി ബന്ധപ്പെട്ട വിഷയം ചർച്ച ചെയ്തിട്ടുണ്ട്. മെഡിക്കൽ കോളേജുകളിലെ ചില അനാസ്ഥകൾ നമ്മൾ തന്നെ തുറന്നു കാട്ടിയിട്ടുണ്ട്. പക്ഷേ ഈ വിഷയത്തിൽ ഡോക്ടർമാർ ഇന്ന് നമ്മൾക്ക് നൽകിയ വളരെ കൃത്യമായ ബൈറ്റിൽ ചില കാര്യങ്ങൾ സൂചിപ്പിക്കുന്നുണ്ട്. അവരുടെ ഭാഗത്തുനിന്ന് വീഴ്ചയുണ്ടായിട്ടില്ല. എന്നാൽ നിർഭാഗ്യമെന്ന് പറയട്ടെ, വേണുവിൻ്റെ ചില തോന്നലുകൾ മരണത്തിന് തൊട്ട് മുമ്പ് വളരെ വേദനയോടുകൂടി തന്നെ അത് സുഹൃത്തിന് അയച്ചു കൊടുക്കുന്നുണ്ട്. അത് നമ്മളാണ് പുറത്തുവിട്ടിരിക്കുന്നത്. ഇപ്പോൾ അതിന്മേൽ വലിയ ചർച്ചകൾ നടക്കുന്നു. പ്രതിപക്ഷം അത് ഏറ്റെടുക്കുന്നു. ആരോഗ്യവകുപ്പിനെ പ്രതിക്കൂട്ടിൽ നിർത്തുന്നു. സിസ്റ്റം എററാണോ പിയാസുനിൽ ഇപ്പോഴും? ഈ 2000 ഇ കെ നായനാർ മുഖ്യമന്ത്രിയായിരുന്ന കാലത്ത് മാതൃഭൂമി പത്രത്തിലൊരു ഫോട്ടോ വന്നിരുന്നു. അന്ന് കേരളത്തിൻ്റെ മനസ്സിനെ ആകെ പിടിച്ചുലച്ച ഒരു ചിത്രമായിരുന്നു അത്. കണ്ണേ മടങ്ങുക എന്നായിരുന്നു ആ ഒരു ചിത്രത്തിൻ്റെ തലക്കെട്ട്. ആ ചിത്രത്തിൽ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലെ 9-ാം നമ്പർ വാർഡിൽ കുറേ മനുഷ്യർ ഇങ്ങനെ വിവസ്ത്രരായി വറ്റിവരണ്ട വൃദ്ധരായ കുറേ മനുഷ്യർ ഇങ്ങനെ കിടക്കുന്നതാണ്, ആർക്കും വേണ്ടാതെ. അപ്പോൾ ആ ചിത്രം അന്ന് വലിയ പ്രതിഷേധങ്ങൾക്ക് കേരളത്തിൽ വഴിവെച്ചു. എനിക്ക് തോന്നുന്നു അതിന് തൊട്ട് പിന്നാലെ കേരളത്തിൽ തെരഞ്ഞെടുപ്പായിരുന്നു. അപ്പോൾ തെരഞ്ഞെടുപ്പിലൊക്കെ തന്നെ അത് വലിയ ചർച്ചയായി, വലിയ ബഹളമായി. അന്ന് LDF സർക്കാരിന്, അന്ന് ഇടതുപക്ഷ സർക്കാരിന് വലിയ തിരിച്ചടിയൊക്കെ തന്നെ ആ വിഷയത്തിൽ ഉണ്ടായി എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അവിടെ നിന്നൊക്കെ തന്നെ തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ഒരുപാട് മാറിയിട്ടുണ്ട്, ഒരുപാട് വികസിച്ചിട്ടുണ്ട് എന്നാണ് ഞാൻ കണക്കാക്കുന്നത്. ഇവിടെ ഇപ്പോൾ ഓട്ടോറിക്ഷ ഡ്രൈവറായ തൊഴിലാളിയായ വേണുവിൻ്റെ മരണം അത് നിർഭാഗ്യകരമായി പോയി എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. അതിലേറ്റവും പ്രധാനപ്പെട്ടത് ഈ മരിക്കുന്നതിന് തൊട്ട് മുൻപ് അദ്ദേഹത്തിൻ്റെ സുഹൃത്തിന് അയച്ച ഓഡിയോ സന്ദേശത്തിൽ അദ്ദേഹത്തിന് ചികിത്സ കിട്ടുന്നില്ല എന്ന് അദ്ദേഹം പറയുകയാണ്. അത് വളരെ ഗൗരവമായൊരു വിഷയം തന്നെയാണ്. തനിക്ക് ചികിത്സ കിട്ടുന്നില്ല, തന്നെ ഇവിടെ ആരും ശ്രദ്ധിക്കുന്നില്ല, ഇത്രയും സമയമായിട്ടും തനിക്ക് ആൻജിയോപ്ലാസ്റ്റി ചെയ്യാനുള്ള സംവിധാനങ്ങളില്ല, അതുപോലെ തന്നെ പണമുണ്ടെങ്കിൽ മാത്രമേ ഇവിടെ ചികിത്സ കിട്ടുകയുള്ളൂ, ഇവിടെ അഴിമതിയാണ്, കൈക്കൂലി കൊടുക്കേണ്ട സാഹചര്യമാണ്. അപ്പോൾ പാവപ്പെട്ടവർക്ക് നരകമായി മാറുന്നൊരു സാഹചര്യമാണ് ഇവിടെയുള്ളത്. മാത്രമല്ല, തനിക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ, താൻ ഏതെങ്കിലും കാരണവശാൽ മരണപ്പെട്ടാൽ തൻ്റെ ഈ വാക്കുകൾ ലോകത്തെ അറിയിക്കണം എന്ന് സുഹൃത്തിനോട് ഒരു ഓഡിയോ സന്ദേശത്തിലൂടെ അറിയിക്കുന്നതാണ്. ആ ഓഡിയോ സന്ദേശം പുറത്തു വന്നപ്പോഴാണ് നമ്മളെല്ലാവരും അക്ഷരാർത്ഥത്തിൽ ഒന്ന് ഞെട്ടിയത്. കാരണം അത്രയ്ക്ക് ഗുരുതരമായൊരു സാഹചര്യം തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ നിലനിൽക്കുന്നു എന്നതായിരുന്നല്ലോ നമ്മളൊക്കെ തന്നെ കണക്കാക്കിയത്. തീർച്ചയായും അങ്ങനെ ഒരു തോന്നൽ അദ്ദേഹത്തിന് മരിക്കുന്നതിന് മുൻപ് ഉണ്ടായിട്ടുണ്ട് എങ്കിൽ അത് കഷ്ടമായി പോയി, നിർഭാഗ്യകരമായി പോയി എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. പാവപ്പെട്ടൊരു കുടുംബമാണ്. അവരെ സഹായിക്കാൻ കേരളത്തിലെ എല്ലാ ജനങ്ങളും ഒറ്റക്കെട്ടായി വരും എന്നാണ് ഞാൻ ഈ ഒരു വിഷയത്തിൽ സംസാരിക്കുന്നതിനിടയിൽ പ്രതീക്ഷിക്കുകയും ചെയ്യുന്നത്. ഏതായാലും ഈ വിഷയത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വീഴ്ചയായി ഞാൻ കണക്കാക്കുന്നത്, അദ്ദേഹത്തിന് എന്താണ് കുഴപ്പം, അദ്ദേഹത്തിന് എന്താണ് പ്രശ്നം എന്നത് അദ്ദേഹത്തെയും അദ്ദേഹത്തിൻ്റെ ബന്ധുക്കളെയും ബോധ്യപ്പെടുത്തുന്നതിൽ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലെ സംവിധാനങ്ങൾക്ക് വീഴ്ച പറ്റിയെന്നത് തന്നെയാണ്. ഡോക്ടർമാർ അതേസമയം പറയുന്നത് 3 പ്രധാനപ്പെട്ട കാര്യങ്ങളാണ്. ഒന്ന്, ക്രിയാറ്റിൻ ലെവൽ. അദ്ദേഹത്തിൻ്റെ ക്രിയാറ്റിൻ ലെവൽ കൂടുതലായിരുന്നു. ക്രിയാറ്റിൻ ലെവൽ കൂടുതലാവുമ്പോൾ ആൻജിയോപ്ലാസ്റ്റി ചെയ്യുന്നതിന് തടസ്സമുണ്ട് എന്നാണ് ഡോക്ടർമാർ പറഞ്ഞത്. അദ്ദേഹത്തിൻ്റെ ജീവന് ഭീഷണിയാവുന്ന സാഹചര്യം ഉണ്ടാകും. രണ്ടാമത്തേത്, 24 മണിക്കൂർ സമയം കഴിഞ്ഞാണ് ഹൃദയാഘാതമുണ്ടായി. 24 മണിക്കൂറിന് ശേഷമാണ് അദ്ദേഹത്തെ ആശുപത്രിയിൽ എത്തിക്കുന്നത്. അപ്പോൾ അതിൻ്റെതായ ചില റിസ്കുകൾ ഉണ്ടായിരുന്നു. മൂന്നാമത്തെ കാരണം എന്നത്, നേരത്തെ പക്ഷാഘാതം ഉണ്ടായ ഒരാളാണ്. അദ്ദേഹത്തിന് മരുന്നുകളൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ അദ്ദേഹം മരുന്നുകളൊന്നും കഴിക്കുന്നില്ല. കൊളസ്ട്രോളിന് ഉൾപ്പെടെയുള്ള മരുന്നുകൾ അദ്ദേഹം നിർത്തിയൊരു സാഹചര്യമാണ്. അപ്പോൾ അത്തരത്തിലുള്ള ചില ഹെൽത്ത് റിസ്ക് അദ്ദേഹത്തിന് ഉണ്ടായിരുന്നു. മെഡിക്കൽ പ്രോട്ടോകോൾ അനുസരിച്ചുള്ള എല്ലാ ചികിത്സയും അദ്ദേഹത്തിന് നൽകി എന്നാണ് മെഡിക്കൽ കോളേജിൻ്റെ അവകാശവാദം, അല്ലെങ്കിൽ മെഡിക്കൽ കോളേജിലെ ഡോക്ടർമാരൊക്കെ തന്നെ ചൂണ്ടിക്കാണിക്കുന്നത്. അപ്പോൾ ഏതെങ്കിലും തരത്തിലുള്ള ഒരു വീഴ്ച സംഭവിച്ചിട്ടില്ല. പക്ഷേ അദ്ദേഹത്തിന് പിന്നീട് ഹൃദയാഘാതമുണ്ടായി, അദ്ദേഹം മരണപ്പെട്ടു. ഇതാണ് മെഡിക്കൽ കോളേജിൻ്റെതായിട്ടുള്ള ഒരു പ്രതികരണം വരുന്നത്. ഏതായാലും സംസ്ഥാന ആരോഗ്യ വകുപ്പ് മന്ത്രി വീണ ജോർജ് ഈ വിഷയത്തിൽ റിപ്പോർട്ട് തേടിയിട്ടുണ്ട്. ഇക്കാര്യത്തിൽ എന്തെങ്കിലും വീഴ്ച പറ്റിയോ എന്നത് പരിശോധിക്കും എന്ന് വ്യക്തമാക്കിയിട്ടുണ്ട്. ഏതായാലും ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഈ വിഷയത്തിൽ നേരത്തെ ചൂണ്ടിക്കാണിച്ച 3 കാര്യങ്ങൾ, അദ്ദേഹത്തിൻ്റെ ആരോഗ്യ പ്രശ്നവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ, അദ്ദേഹത്തെയും അദ്ദേഹത്തിൻ്റെ ബന്ധുക്കളെയും ബോധ്യപ്പെടുത്തുന്നതിൽ നമ്മുടെ മെഡിക്കൽ കോളേജിലെ സംവിധാനങ്ങളിൽ ഒരു വീഴ്ചയുണ്ടായി എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. അത് ആവർത്തിക്കാൻ പാടില്ലാത്ത സാഹചര്യം തന്നെയാണ്. ഏത് ആശുപത്രിയിൽ പോയാലും നിങ്ങൾക്ക് ഇതാണ് അസുഖം, ഇദ്ദേഹത്തിന് ഇന്ന കുഴപ്പങ്ങളുണ്ട് എന്ന് രോഗിയെയും ഒപ്പം തന്നെ ബന്ധുക്കളെയും അറിയിക്കേണ്ടതാണ്.
അക്കാര്യത്തിൽ എന്തെങ്കിലും വീഴ്ച പറ്റിയിട്ടുണ്ടെങ്കിൽ അത് പരിശോധിക്കണം. അതേസമയം തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് നോക്കൂ, കേരളത്തിലെ ഒരുപാട് മനുഷ്യരുടെ വലിയ പ്രതീക്ഷയാണ് തിരുവനന്തപുരം മെഡിക്കൽ കോളേജ്. എത്ര പേർക്ക് സ്വകാര്യ ആശുപത്രിയിലൊക്കെ പോയി ചികിത്സ നടത്താൻ കഴിയും? ആ മെഡിക്കൽ കോളേജിൽ പ്രവർത്തിക്കുന്ന ഒരുപാട് ഡോക്ടർമാരുണ്ട്. കേരളത്തിലെ എനിക്ക് തോന്നുന്നു ഏറ്റവും ബെസ്റ്റ് മെഡിക്കൽ ഇൻസ്റ്റിറ്റ്യൂഷനാണ് തിരുവനന്തപുരം മെഡിക്കൽ കോളേജ്. അവിടെ ഒരു ഡോക്ടർക്ക് ഒരുപക്ഷെ ഒരു 10 രോഗിയാണ് ചികിത്സിക്കാൻ കഴിയുന്നതെങ്കിൽ അവിടെ 100 രോഗികളാണ് ഡോക്ടറിന്റെ മുമ്പിലേക്ക് വരുന്നത്. അതിൽ ഭൂരിഭാഗം പേർക്കും ചികിത്സ നൽകാനുള്ള ശ്രമം ആ ഡോക്ടർമാർ നടത്തുന്നുണ്ട്. ഇപ്പോൾ ഈ കാർഡിയോളജി വിഭാഗത്തിൽ തന്നെ എനിക്ക് തോന്നുന്നു സ്റ്റാഫുകളുടെ കുറവ് വലിയ തോതിലുണ്ട്. അവിടെ 15 ഡോക്ടർമാർ വേണ്ടിടത്ത് 10 ഡോക്ടർമാരേ ഉള്ളൂ. അത് PSC വഴിയൊക്കെ തന്നെ ഇതിനുള്ള പരീക്ഷയൊക്കെ നടത്തി ഡോക്ടർമാരെ നിയമിക്കാനുള്ള ശ്രമങ്ങൾ സർക്കാർ നടത്തുന്നുണ്ടെങ്കിൽ പോലും പലരും സർക്കാർ സംവിധാനങ്ങളിലേക്ക് വരാൻ മടി കാണിക്കുന്നുണ്ട്. അതിന് കുറേ പ്രശ്നങ്ങളുണ്ട്. കാരണം സ്വകാര്യ ആശുപത്രിയിലേക്ക് പോയാൽ 3 ലക്ഷവും 4 ലക്ഷം രൂപ ശമ്പളം കിട്ടുമ്പോൾ എന്തിനാണ് സർക്കാർ മെഡിക്കൽ കോളേജിൽ 70,000 80,000 രൂപയ്ക്ക് ജോലിക്ക് വരണമെന്നൊരു ചോദ്യം വളരെ പ്രധാനപ്പെട്ടതാണ്. അത് നയപരമായ തീരുമാനമാണ്. സർക്കാർ അക്കാര്യത്തിലൊക്കെ തന്നെ തീരുമാനമെടുക്കണം. പക്ഷേ ഇതൊരു വലിയ പ്രശ്നമാണ്, സ്റ്റാഫിൻ്റെതായിട്ടുള്ള പ്രശ്നം. കൊല്ലം ജില്ലാ ആശുപത്രിയിൽ പോയപ്പോഴും അവിടെ ഒരു പ്രശ്നമുണ്ടായിരുന്നു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അവിടെ സ്റ്റാഫുകളുടെ കുറവുണ്ടായിരുന്നു. പിന്നീടാണ് തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലേക്ക് റെഫർ ചെയ്യുന്നത്. ഏതായാലും അവിടെ ഏതെങ്കിലും തരത്തിലുള്ള ഈ ചികിത്സ ഉറപ്പാക്കുന്നതിൽ മെഡിക്കൽ പ്രോട്ടോകോൾ അനുസരിച്ചുള്ള നടപടികൾ പൂർത്തിയാക്കിയെന്ന് മെഡിക്കൽ കോളേജ് അവകാശപ്പെടുന്നുണ്ട്. ഏതായാലും അവിടെ പരിഹരിക്കേണ്ടതായിട്ടുള്ള കുറേ പ്രശ്നങ്ങളുണ്ട്. പക്ഷേ അപ്പോഴും ഈ സിസ്റ്റത്തിന് മൊത്തം തകരാറാണ്, ഈ സിസ്റ്റം മൊത്തം തകർന്നിരിക്കുന്നു എന്നൊരു നിഗമനത്തിലേക്ക് നമ്മൾ എത്തുന്നത് ശരിയല്ല എന്നാണ് എൻ്റെ അഭിപ്രായം. കാരണം ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഒരുപാട് ആളുകളുടെ പ്രതീക്ഷയാണ് ഈ മെഡിക്കൽ കോളേജ് എന്നത്. നേരത്തെ ഹാരിസ് ചില വിഷയങ്ങളിൽ ആശങ്കകൾ അറിയിച്ചിരുന്നു. ആ വിഷയങ്ങളിൽ പിന്നീട് അത് പരിഹാരമാകുന്ന ഒരു സാഹചര്യമൊക്കെ തന്നെ ഉണ്ടായിരുന്നു. അപ്പോൾ ഒരു മെഡിക്കൽ കോളേജിന് താങ്ങാവുന്നതിനപ്പുറത്ത് രോഗികൾ വരുന്നൊരു സാഹചര്യമുണ്ട്. അപ്പോൾ അവിടെ വർക്ക് ചെയ്യുന്ന, അവിടെ പ്രവർത്തിക്കുന്ന ഡോക്ടർമാരുടെ, സർവീസ് ചെയ്യുന്ന ഡോക്ടർമാരുടെ ഒരു മാനസികാവസ്ഥ കൂടി നമ്മൾ മനസ്സിലാക്കണം എന്നുള്ളതാണ് എൻ്റെ ഒരു അഭിപ്രായം. ഏതായാലും ഇപ്പോൾ ഇങ്ങനെയൊരു സംഭവം നടന്നത് നിർഭാഗ്യകരം തന്നെയാണ്. അതിലെന്തെങ്കിലും വീഴ്ച സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അക്കാര്യത്തിൽ ശക്തമായ നടപടികൾ ഉണ്ടാകണം, വിട്ടുവീഴ്ചയില്ലാത്ത നടപടികൾ ഉണ്ടാകണം. പക്ഷേ അപ്പോഴും മെഡിക്കൽ കോളേജിനെ ഒറ്റതിരിഞ്ഞ് ആകെ കുഴപ്പമാണ്, മെഡിക്കൽ കോളേജിൽ മൊത്തം കുഴപ്പമാണ്, എല്ലായിടത്തും പ്രശ്നമാണ് എന്നൊരു സ്ഥിതിയിലേക്ക് വരുന്നത് ഈ സാധാരണ മനുഷ്യർക്ക് അവരുടെ പ്രതീക്ഷകൾക്ക് അത് വലിയ തിരിച്ചടിയാകും. ഒരുപാട് മനുഷ്യന്മാർക്ക് എനിക്ക് തോന്നുന്നു കഴിഞ്ഞ വർഷം മാത്രം ഏതാണ്ട് 80 ലക്ഷത്തിലധികം ആളുകൾക്കാണ് തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ നിന്ന് ചികിത്സ നൽകിയിട്ടുള്ളത്. OP-യിലും അതുപോലെ തന്നെ അവിടെ കിടപ്പ് രോഗികളായിട്ടുമൊക്കെ ആയിട്ട്. അപ്പോൾ അത്രയും രോഗികൾക്ക് 1 കോടിയോളം ആളുകൾക്ക് ഓരോ വർഷവും ചികിത്സ നൽകുന്ന ഒരു ആതുരാലയമാണ്, ഒരു വലിയൊരു മെഡിക്കൽ സംവിധാനമാണ്. അപ്പോൾ ആ സംവിധാനത്തിൽ ചില പാകപ്പിഴകൾ ഉറപ്പായും ഉണ്ടാകും. ഇത്രയും രോഗികൾ വരുന്ന ഒരു സ്ഥലത്ത് പാകപ്പിഴകൾ സ്വാഭാവികമാണ്. അത് പരിഹരിക്കാനുള്ള സർക്കാർ സംവിധാനങ്ങൾ ഉണ്ടാകട്ടെ. അതിനിപ്പോൾ LDF ഭരിക്കുന്നത് കൊണ്ട് മാത്രമല്ല, നാളെ UDF അധികാരത്തിൽ വന്നാലും അതിനുശേഷം അത് മാറിമറിഞ്ഞു വന്നാലും ഒക്കെ തന്നെ ഈ ഒരു സംവിധാനം ഇങ്ങനെയൊക്കെ തന്നെയായിരുന്നു. പക്ഷെ അവിടെ പഴയ കാലങ്ങളിൽ നിന്നൊക്കെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ മാതൃഭൂമിയുടെ ആ ചിത്രം നമ്മളെയൊക്കെ തന്നെ ഞെട്ടിച്ചാണ്. അതിൽ നിന്നൊക്കെ മെഡിക്കൽ കോളേജ് ഒരുപാട് മാറിയിട്ടുണ്ട്. പക്ഷെ അപ്പോഴും രോഗികളുടെ എണ്ണം ക്രമാതീതമായി വർദ്ധിച്ചു വരുന്നൊരു സാഹചര്യം മെഡിക്കൽ കോളേജിലുണ്ട്. അപ്പോൾ അതിനനുസരിച്ച് മെഡിക്കൽ കോളേജിൻ്റെ വ്യാപ്തിയും വർദ്ധിക്കണം, സ്റ്റാഫുകളുടെ എണ്ണവും ഒക്കെ തന്നെ വർദ്ധിക്കണം. അതിനൊക്കെ തന്നെയായി സർക്കാർ നടപടികൾ സ്വീകരിക്കണം. പക്ഷേ ഈ ഒരു പ്രശ്നത്തിൻ്റെ പേരിൽ സർക്കാരിനെ അല്ലെങ്കിൽ സർക്കാർ ഈ സിസ്റ്റം മുഴുവൻ തകർന്നു പോയി, ഈ സിസ്റ്റം മുഴുവൻ തകരാറിലാണ് എന്ന് വിലയിരുത്തുന്നതിനോട് എനിക്ക് യോജിപ്പില്ല. Meet the editors.